ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം വോയിസിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഏതിനും കൂടി സൈഡ് ഡിഷ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രോക്കോളി റെസിപ്പിയാണ്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിട്ട് 3 മീഡിയം സൈസിലെ സവാള ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രോക്കോളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പലരും ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എന്തിനാണ് ഇത്രയും വലുതായിട്ട് ബ്രോക്കോളി അരിഞ്ഞിട്ടുള്ളതെന്ന്. ചിലർക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി വലിയ സൈസിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സൈസിൽ അരിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കുക്കായോ നോക്കുക. കുക്കായിലേക്ക് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് യോജിപ്പിക്കുക. നിങ്ങൾക്കിതൊന്നും ഈ എണ്ണയുടെ ഇതിൽ തന്നെ കുക്കായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ബ്രോക്കോളി നന്നായിട്ട് കുക്കായതിന് ശേഷം ഒന്ന് നടുക്ക് ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് രണ്ട് മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 മുട്ട തട്ടി ഒഴിച്ചതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മുട്ട ഒന്ന് വെന്ത് കഴിയുമ്പോൾ ബ്രോക്കോളിയുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബ്രോക്കോളി തന്നെ ഈ മുട്ടയെല്ലാം നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ആ മുട്ടയുടെ ഒരു ടേസ്റ്റും ബ്രോക്കോളിയും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി മാറിയോ എന്ന് നോക്കിയിട്ട് വേണം ഇത് നമുക്ക് അടുപ്പിൽ നിറക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ബ്രോക്കോളിയും അതിലിട്ട മുട്ടയെല്ലാം നന്നായിട്ട് കറക്റ്റ് പരുവത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.